ഏതൊരു പാർട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടിട്ട് ഇത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ കോൺഫ്ലവർ ആണ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറുകി വരുന്നത് വരെ കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ. നന്നായിട്ട് കുറുകി വന്നാൽ പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്രീം ചീസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്രീം ചീസ് ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് ഒന്നുകൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അങ്ങനെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഞാനിവിടെ കുനാഫ ഡോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വേർപ്പെടുത്തി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉരുക്കിയെടുത്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബട്ടറൊക്കെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ബട്ടർ അൺസാറ്റഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കളർ ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഫോട്ടോക്കൊക്കെ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തതെന്നുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കുനാഫ ബൈറ്റ്സ് ആണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബൈറ്റ്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഉണ്ണിയപ്പ ചട്ടി എടുത്തിട്ടുണ്ട്. അതിലിതായതുപോലെ എല്ലാ കുഴിയിലും ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡോ ഇതുപോലെ എല്ലാ കുഴിയിലും വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നടുവിങ്ങനെ ചെറുതായിട്ടൊരു കുഴിയായിട്ട് നിൽക്കണം കേട്ടോ, നമുക്ക് ആ ഒരു ക്രീം ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടിവശം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പ് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കുഴിയിലും ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുഴിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഓരോ സ്പൂണായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 സ്പൂണോ 1/2 സ്പൂണോ ഒക്കെ ചേർത്ത് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെ മുകളിലും വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസിൻ്റെ ഒരു ചെറിയ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുനാഫ ആകുമ്പോൾ മൊസറല്ല ചീസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ നമ്മൾ ക്രീമിൽ നമ്മൾ ക്രീം ചീസാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ നമ്മൾ കുനാഫയുടെ ഡോ വെച്ചിട്ട് ഈ ഒരു ക്രീം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് സൈഡിലുള്ളതൊക്കെ ഒന്ന് കുഴിയിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കണം. ഇനിയിപ്പോൾ കുക്കായിട്ട് വരുമ്പോൾ ഷേപ്പ് ആയിക്കോളും. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം തീ നടുക്ക് മാത്രമേ കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ സൈഡിലേക്കൊന്ന് നീക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ തീ നമ്മൾ ശ്രദ്ധിക്കണം, നല്ല ഫ്ലെയിമിൽ വെക്കരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു കളറായി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ട് 2 സൈഡും ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. പിന്നെ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കളർ മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുനാഫ ബൈറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്താഷ്യോ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇതിന് വേണ്ടിയൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.